ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കോഴികൾക്ക് ദഹനക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫാമിൽ ചെയ്യുന്ന രീതികൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. കോഴികൾക്ക് ദഹനക്കേട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഫുഡിലൂടെ കോഴികൾക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഡെയിലി കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ മെനു ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ പിണ്ണാക്കാണ്. ഞാൻ പിണ്ണാക്ക് കോഴികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങളും ദോഷങ്ങളിനെ പറ്റിയിട്ടൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പിണ്ണാക്കിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ പറയുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പോയി കാണുക. പിന്നെ നിങ്ങളിപ്പോൾ വേനൽക്കാലമല്ലേ, അപ്പോൾ എല്ലായിടത്തും വല്ല മില്ലിലൊക്കെ പിന്നെ പിണ്ണാക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മില്ലിൽ നിന്നൊക്കെ പിണ്ണാക്ക് കിട്ടുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഞാൻ പിണ്ണാക്ക് കൊടുക്കുന്നത് എപ്പോഴും ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് കൊടുക്കാറ്. എന്താ വെച്ചാൽ വെള്ളത്തിലിട്ട് കുതിർത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ പൊടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇനി കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ചെറിയ ഉള്ളിയാണേ. ദഹനക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡിലൂടെ കൊടുക്കുന്നത് ഇതൊക്കെയാണ്. ഇതുപോലെ നിങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേടൊന്നും കോഴികൾക്ക് വരില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ചെടുക്കുക. ചെറിയ ഉള്ളി എടുത്തിട്ട് പിന്നെ അതേപോലെ ഇഞ്ചിയും. ഞാൻ ഇത്ര ഇഞ്ചിയും ഇത്ര ചെറിയ ഉള്ളിയൊക്കെ എടുക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തോനെ കോഴികളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചെടുത്താൽ ഉണ്ടാവില്ല. അതാണ് ഞാൻ ഇഞ്ചിയൊക്കെ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ എത്ര കോഴികളുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ട് വാഷ് ചെയ്യുക, നല്ല കഴുകിയിട്ട് അതിലത്തെ പൊടിയും കച്ചറിയും മണ്ണൊക്കെ കഴുകി കളഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്കത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി കൊടുത്താലുള്ള ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ. ഇഞ്ചി നീര് വയറ്റിൽ ചെന്നാൽ നമുക്ക് തന്നെ വെറും വയറ്റിൽ ഇഞ്ചി കുടിച്ചാൽ ഏത് ദഹിക്കാത്ത ഫുഡും നമുക്കും ദഹിച്ചു പോകും. അതേപോലെ തന്നെയാണ് കോഴികൾക്കും. അപ്പോൾ ഇഞ്ചി നീര് കൊടുക്കുമ്പോൾ ഇഞ്ചി നീരായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് സെപ്പറേറ്റ് വന്ന കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഇഞ്ചി നീരും ഇതേപോലെ അതിങ്ങനെ അരച്ചിട്ട് ആ കോഴിക്ക് സെപ്പറേറ്റ് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കോഴികൾക്ക് അങ്ങനെ വരാറില്ല. ഞാൻ അങ്ങനെ ചെയ്യണതുകൊണ്ടൊന്നും എൻ്റെ കോഴികൾക്ക് അങ്ങനെ പിന്നെ ദഹനക്കേട് വരാറില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ദഹനക്കേട് വന്ന കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ഉള്ളി, ഇഞ്ചി, മഞ്ഞൾ, അയമോദകം അതൊക്കെ കൂടിയിട്ടൊന്ന് അരച്ചിട്ട് കോഴികൾക്കൊന്ന് വായിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല പിന്നെ മൈലാഞ്ചിക്കൊക്കെ അരക്കണ പോലെ അരച്ചിട്ട് സെപ്പറേറ്റ് കോഴിക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കോഴികളുടെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ എൻ്റെ കോഴികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കൊടുക്കണതുകൊണ്ട് ദഹനക്കേടിൻ്റെ കംപ്ലൈൻറ്റുകളൊന്നും വരാറില്ല. അപ്പം ഞാൻ ഇതിങ്ങനെയാണ് കൊടുക്കാറ്. എന്താ നല്ല ഉള്ളിയുടെ തൊലിയൊന്നും കളയണ്ട, അതൊന്നും കളയാതെ അതേപോലെ അത് നല്ല കഴുകുക. ഇതെന്താണെന്നറിയില്ലേ, അയമോദകമാണ്. ഞാനിതൊക്കെ സ്റ്റോക്ക് ചെയ്യും കേട്ടോ. അയമോദകം ഞാൻ കുറച്ച് കൂടുതൽ അയമോദകം എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കൂടുതൽ കോഴികളുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എത്രയാണോ കോഴികളുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അയമോദകം എടുക്കുക. പിന്നെ ഉള്ളി അതെ, ഇഞ്ചി അതെ, നിങ്ങൾക്ക് എത്ര കോഴികളുണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങളതൊന്ന് എടുത്താൽ മതി. ഞാനിതൊന്ന് ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ മഞ്ഞളിട്ട് കൊടുക്കണം കേട്ടോ. ഇതിവിടെ വീട്ടിലുള്ള മഞ്ഞൾ തന്നെയാണ്. ഞാനൊരു ചട്ടിയിൽ കുറച്ച് മഞ്ഞളിൻ്റെ വിത്ത് എൻ്റെ ഹസ്ബൻഡ് കുത്തി അതിലിട്ടതായിരുന്നു. അപ്പോൾ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിന്ന് 2 കഷ്ണം മഞ്ഞളും കൂടി കൊടുത്തിട്ട് അതും കൂട്ടി അരക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടണമെങ്കിൽ അതിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരയ്ക്കുക. പേസ്റ്റാക്കി അരക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫുഡിൽ നല്ല മിക്സ് ആവും. നല്ല ഫുഡിൽ മിക്സ് ആവുന്ന സമയത്ത് അവർ കൊത്തി തിന്നുമ്പോൾ നേരിട്ട് അവരെ വയറ്റിലേക്ക് നന്നായിട്ട് പോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൽ രാവിലത്തെ ഫുഡ് വേസ്റ്റുകളുണ്ട്. ചോറ്, അതേപോലെ ഉള്ളിത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി, അതേപോലെ മീനിൻ്റെ അങ്ങനത്തെ എല്ലാ വേസ്റ്റുണ്ട്. മീൻ മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളുടെ, ആ വേസ്റ്റും അങ്ങനത്തെ എല്ലാ വേസ്റ്റും കൂടിയും ഇങ്ങനത്തെ ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കുക. അത് നേരം വെളുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പിണ്ണാക്കിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അരച്ച ഇഞ്ചി, ചുവന്നുള്ളി, അതേപോലെ പച്ചമഞ്ഞൾ, അയമോദകം ഇതൊക്കെ കൂട്ടി അരച്ചതാണ്. അതും അതിലേക്ക് മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ ഞാൻ ഈ പാത്രത്തിന് 3 പാത്രം തവിടാണ് ഞാൻ എടുക്കുക കേട്ടോ. എനിക്ക് അത്ര വേണം. 3 പാത്രം തവിട് എല്ലാ കോഴികൾക്കും കൊടുക്കണമെങ്കിൽ എനിക്ക് അത്ര തവിട് വേണം. എന്നിട്ട് പിന്നെ കുറച്ച് ലേശം ഉപ്പും ഇട്ട് കൊടുക്കുക. കുറച്ച് മതി ഉപ്പ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ സമയത്തൊന്നും ഞാൻ ഫീഡപ്പീസ്റ്റ് ഇതിൽ ചേർക്കാറില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഫീഡപ്പീസ്റ്റ് ചേർക്കില്ല കേട്ടോ. മരുന്ന് കൊടുക്കാത്ത സമയത്ത് ഫീഡപ്പീസ്റ്റ് ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഇതിൽ ഫീഡപ്പീസ്റ്റൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പിണ്ണാക്കും നമ്മൾ അരച്ച പിന്നെ പേസ്റ്റും എല്ലതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതേപോലത്തെ ആവുക. എന്താ വെച്ചാൽ പിണ്ണാക്ക് കോഴികൾ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളത്തിന് ദാഹമാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അങ്ങനെ നമുക്കിങ്ങനെ കുഴഞ്ഞു പോണ ഒരു രീതിയിൽ കൊത്തി തിന്നാൻ പാകത്തിന്, എന്നാൽ കളയാനും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ
പുട്ടിന് പൊടി കുഴക്കണേക്കാട്ടിലും കുറച്ചും കൂടി വെള്ളം വേണം. അങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫുഡിലൂടെ കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരെ പിന്നെ ശരീരത്തിലേക്ക് അത് എത്തും. നമ്മൾ വെള്ളമൊക്കെ ആകുമ്പോൾ കുറച്ച് തട്ടി കളഞ്ഞിട്ടും കുറച്ച് കളഞ്ഞിട്ടും പോയിട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ്. പിന്നെ വെള്ളത്തിൽ കൂടെ കൊടുക്കുമ്പോൾ ഫുഡ് കൂടെ കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, അവർക്ക് നേരിട്ട് അവരെ ശരീരത്തിലേക്ക് എത്തും. ഇതിപ്പോൾ രാവിലെ ഗ്രോവർ കൊടുത്ത പാത്രമാണ് കേട്ടോ. രാവിലെ ഞാൻ ഇപ്പോൾ ഇത് കൊടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 10-11 മണിക്കാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. കാരണം രാവിലെ ആ കൂട്ടിൽ കോഴികൾക്ക് മുട്ടത്തീറ്റ ഇട്ട് കൊടുക്കും, ഇപ്പുറത്ത് ഗ്രോവർ തിന്നണവർക്ക് ഗ്രോവർ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതൊരു 10-11 മണിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് പാത്രത്തിലാക്കിയിട്ട് അവിടെ എല്ലാ കോഴികൾക്കും ഇപ്പോൾ 2 കൂടും ഒന്നിച്ച് തുറന്നു വിടും. അപ്പോൾ ഇനി ഈ തീറ്റ എല്ലാവർക്കും തിന്നാനുള്ളതായതുകൊണ്ട് സെപ്പറേറ്റ് കൂട്ടിൽ വെച്ച് കൊടുക്കല്ല, എല്ലാ കോഴികളും ഒരുമിച്ച് തുറന്ന് വിട്ടിട്ട് അവർക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ എല്ലാതും കൂടി ഒരുമിച്ച് വെച്ച് കൊടുക്കേണ്ട, ആവശ്യത്തിനനുസരിച്ചിട്ട് അവർ തിന്ന് കഴിയുന്നതിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കൊണ്ട് അവർ തിന്നണത് ഇപ്പോൾ കുറേ കോഴികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ നാടൻ കോഴികൾക്കൊരു സ്വഭാവം ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അവർ ആവശ്യത്തിന് തിന്നും, പിന്നെ കുറച്ച് പോവും, പിന്നെ കുറച്ച് തിന്നും. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും ഇവർ ഏകദേശം ആ പാത്രം മൊത്തം കാലിയാക്കി ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 3 മണിയൊക്കെ ആവണ സമയത്ത് ഒന്ന് കൂട്ടിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടി ആ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അതൊന്നും കൂടി ഇവിടെ കൊടുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും ഒക്കെ തിന്ന് തീർത്ത് കൂട്ടിൽ കയറും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വെള്ളം വെച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ വെള്ളം സ്ഥിരമായിട്ട് കൂട്ടിലുണ്ടാവണം. വെള്ളം കഴിയുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം. കാരണം പിണ്ണാക്ക് ഇതിലുള്ളതുകൊണ്ട് നന്നായിട്ട് അവർക്ക് ദാഹം കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നല്ല വെള്ളം വെച്ച് കൊടുക്കുക. ഈ തീറ്റ കൊടുത്താലെന്ന് വെച്ചാൽ ദഹനം നന്നായിട്ട് ശരിയാവും. അതേപോലെ അവർക്കിതിങ്ങനെ നമ്മളിങ്ങനെ അസുഖം വരുന്നതിന് മുന്നേ അസുഖം വരുന്നത് തടയുകയാണ് വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പിന്നെ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചിട്ട് നിങ്ങളിതൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോഴികൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. പിന്നെ ഈ ദഹനം ഇല്ലാത്ത കോഴികൾക്ക് അവരുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള ആ ശീലമില്ലേ, അതിങ്ങനെ വീർത്തിട്ട് കല്ല് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴീനെ സെപ്പറേറ്റ് ഒരു കൂട്ടിൽ ഇട്ടിട്ട് ഇതേപോലെ അരച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അയമോദകവും അതേപോലെ മഞ്ഞളും ഒക്കെ അരച്ചിട്ട് അവർക്ക് വായയിൽ ഇങ്ങനെ തോണ്ടി കൊടുത്താൽ അവർക്ക് ഒരു 3 നേരം കൊടുക്കുമ്പോഴത്തേനും ഏകദേശം അവരത് സെറ്റാവും. ഇതിപ്പോൾ എൻ്റെ കോഴികൾക്കൊന്നും അങ്ങനെയല്ല. നിങ്ങൾ ഈ കോഴിയുടെ കഴുത്തിൻ്റെ ഭാഗം തന്നെ നോക്ക് സ്ലിമ്മായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലല്ലേ എൻ്റെ കോഴികളെ കഴുത്തൊക്കെ. അപ്പോൾ അങ്ങനെ ദഹനക്കേടുള്ള കോഴികളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഫുഡൊന്നും എടുക്കില്ല, അവർ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വീർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആകുമ്പോൾ നമ്മളൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ദഹിക്കാത്തതുകൊണ്ടാണ് പിന്നെ അവർക്ക് അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഈ ദഹിക്കാത്ത കോഴികളിൽ ഈ കഴുത്തിലിങ്ങനെ ഈ കല്ല് പോലെ ഉണ്ടാവും ചെയ്യും. പിന്നെ അവർ കാഷ്ടിക്കണത് വെള്ളം പോലെ ഇരിക്കും. കാരണം ദഹിക്കാത്ത കാരണം കൊണ്ട്, ഫുഡൊന്നും ദഹിക്കാത്ത കാരണം കൊണ്ട് ഈ കുടിക്കുന്ന വെള്ളം മാത്രമായിട്ടാണ് ഇങ്ങോട്ട് നീര് പോലെ ഇങ്ങോട്ട് വരിക. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവർക്ക് അങ്ങനെയുള്ള കോഴികളെ നിങ്ങൾ കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ അരച്ചിട്ട് നല്ല അരക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. നല്ല അരച്ചിട്ട് നമുക്ക് മൈലാഞ്ചിക്കൊക്കെ അരക്കണ പോലെ അരച്ചിട്ട് നിങ്ങൾ അവരെ വായിൽ 2-3 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് മാറും. ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വിറ്റാമിൻസും കൂടി കൊടുക്കുക. എന്ത് കൊടുക്കുമ്പോഴും വിറ്റാമിനും കൊടുക്കുക. സെപ്പറേറ്റ് ഇടുന്ന കോഴികൾക്ക്, ഇങ്ങനെ കോഴികൾക്ക് നമ്മൾ ഫാമിൽ ഒരു മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഇതെല്ലതും കൂടി അരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കൂടി തന്നെ നമുക്ക് തുളസിയും കറിവേപ്പിലയും ആര്യവേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടി അരച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്കൊരു മെനു ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുക. എനിക്ക് ഓരോ ദിവസം ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിൽ ഇന്നത് കൊടുക്കുക എന്നിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കൊടുക്കണ കാരണം കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ദഹനത്തിന് വേണ്ടിയിട്ടാണ്. ദഹിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ് നിങ്ങളുടെ ഫാമിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലെ കൊടുത്തോ, വേഗം മാറിക്കിട്ടും. ഇനി നമ്മുടെ കോഴികളെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴുത്തിൻ്റെ അവിടെയൊക്കെ നോക്കും, ഒരു കുഴപ്പമില്ല, അവർക്ക് നല്ല ദഹനമുണ്ട്. പിന്നെ അവിടെ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയിരിക്കും, ഇങ്ങനെ താഴ്ന്നു പോവും. ഈ ദഹനക്കേടുള്ള കോഴികൾ അവിടെ പിടിച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോകില്ല, ഭയങ്കര കല്ല് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് അരച്ചിട്ട് ഫുഡിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുള്ളൂ. പിന്നെ ഫുഡാകുമ്പോൾ അവരെപ്പോഴും കൊത്തി തിന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത ട്രിപ്പ് ഒന്നും കൂടി അവിടെ കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് തിന്നാൻ വേണ്ടിയുള്ള ഫുഡ് മാത്രം കൊടുക്കുക, വേസ്റ്റ് ആക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കണം. കാരണം ഇത്രയും നമ്മളിതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിവതും അവരെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഒരിക്കലും തട്ടി തൂവി കളഞ്ഞിട്ട് നമുക്കത് തിന്നില്ല എന്നുള്ളതല്ല, തിന്നുമെന്ന് ഉറപ്പ് വരുത്തിക്കണം. അവർ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം, എന്നാലാണ് നമുക്കത് അറിയുള്ളൂ. പിന്നെ എന്ത് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രം ഇട്ട് കൊടുക്കുക, അനാവശ്യമായിട്ട് ഫുഡ് ഇട്ട് കൊടുക്കണ്ട.
അവർക്ക് ഭക്ഷണത്തിനോട് ഒരു ആർത്തി വരണം. അപ്പോഴാണ് അവർ നല്ല കൊത്തി തിന്നുക. അതേപോലെ നിങ്ങൾ വെള്ളത്തിലൂടെ മരുന്ന് കൊടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ നിങ്ങൾ കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കണ്ട. പിറ്റേ ദിവസം രാവിലേക്കാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ രാവിലെ അവർക്ക് വൈകുന്നേരം തൊട്ട് രാവിലെ വരെ അവർക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് അവർക്ക് നമ്മൾ ആ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിലൂടെ കൊടുക്കുമ്പോൾ അവർ നേരം വെളുത്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ നമ്മൾ കൊടുത്ത ഫസ്റ്റ് ട്രിപ്പ് സപ്ലിമെൻറ്റ്സ് തന്നെ കഴിയും. ഞാനൊക്കെ ഇവിടെ എൻ്റെ ഫാമിൽ 3 നേരം വെള്ളം വെക്കും ആ പാത്രങ്ങളിൽ. ആ ഒരു മഞ്ഞപാത്രം അതും ഇപ്പുറത്തൊരു കാസറോളിൻ്റെ പാത്രം ഉണ്ട്. അതിൽ ഞാൻ 3 നേരം കൊടുക്കും. രാവിലെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഒഴിച്ചത് കൊടുക്കുമ്പോഴത്തേന് ഒരു 10-11 മണിയാകുമ്പോഴത്തേന് അത് തീരും. അപ്പോൾ എൻ്റെ സപ്ലിമെൻറ്റ്സ് ഫുള്ള് കോഴികൾ കുടിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ പിന്നത്തെ 2 നേരം ഞാൻ സാധാ പച്ചവെള്ളമാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 3 നേരമാണ് ഞാൻ വെള്ളം ഫാമിൽ വെക്കും. രാത്രി വെള്ളം കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾ ദഹനക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ കോഴികൾക്ക് ദഹനക്കേടിൻ്റെ ഒരു പ്രശ്നവും വരില്ല. അതിൽ 100% ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ പരീക്ഷിച്ച് ഞാൻ വിജയിച്ചൊരു സംഭവമാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.